അരുവിക്കര എം.എൽ.എ. ശബരിനാഥ് വിവാഹിതനാകുന്നു. തിരുവനന്തപുരം സബ് കളക്ടർ ദിവ്യ എസ് അയ്യരാണ് വധു. ഫേസ്ബുക്കിലൂടെ ശബരിനാഥ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഷീജ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, എപ്പോഴേക്കാകും കല്യാണം? ഇക്കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അറിയിച്ചിട്ടുണ്ടോ എം.എൽ.എ? അത്തരത്തിൽ ഒരു അറിയിപ്പും ഏതായാലും ഫേസ്ബുക്കിൽ നൽകിയിട്ടില്ല. ഇത്തരത്തിൽ തങ്ങൾ വിവാഹിതരാകുന്നു എന്നുള്ള വാർത്ത അദ്ദേഹം സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിവ്യ എസ് അയ്യരുടെ, തിരുവനന്തപുരം സബ് കളക്ടറായിട്ടുള്ള ദിവ്യ എസ് അയ്യരുടെയും പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ ശരിയാണ്, ജൂൺ അവസാന വാരമായിരിക്കും കല്യാണം എന്നാണ് ദിവ്യ എസ് അയ്യരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും തീയതി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ജൂൺ അവസാന വാരമായിരിക്കും എന്ന് മാത്രമാണ് സബ് കളക്ടറുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിട്ടുള്ള മറുപടി. ഏതായാലും തിരുവനന്തപുരത്ത് വെച്ചാണ് തങ്ങൾ പരിചയപ്പെടുന്നത് ും സൗഹൃദത്തിലായിരുന്ന തങ്ങൾ പ്രണയത്തിലാവുകയും ഒപ്പം തന്നെ ഇപ്പോൾ ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെ വിവാഹത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഇരുവരും ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീ ശബരിനാഥ് എം.എൽ.എ. തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ആദ്യം തന്നെ ആശംസകൾ. ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു വിവരം ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെയാണ് കല്യാണത്തിന്റെ തയ്യാറെടുപ്പുകളിലേക്ക് പെട്ടെന്ന് തന്നെ നീങ്ങുകയാണോ? തയ്യാറെടുപ്പുകൾ എന്തായാലും കല്യാണം അധികം നീട്ടണ്ട എന്നുള്ളതാണ് തീരുമാനം. എത്രയും പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ വർഷത്തിനുള്ളിൽ തന്നെ കല്യാണം നടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കണം. എന്തായാലും ഇപ്പം ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫിക്സ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിയമസഭയിലും ഒക്കെ. എന്തായാലും ഉടനെ തന്നെ ഒരു ഡേറ്റ് വൈകാതെ തന്നെ നമ്മൾ എന്തായാലും ഈ കുടുംബങ്ങളും അറിയിക്കും. അതും ഇതുപോലെ തന്നെ ഒരു പക്ഷേ യുവ എം.എൽ.എ. എന്ന നിലയിൽ വളരെ ശ്രദ്ധേയനായ ഒരു എം.എൽ.എ. കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കളുടെ വിവാഹ കാര്യം അത് ആ കൗതുകത്തോടു കൂടി തന്നെയാണ് എല്ലാവരും ആ വാർത്ത ശ്രവിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബാക്കിയുള്ള കാര്യങ്ങൾ, കല്യാണ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സർപ്രൈസ് പോലെ തന്നെ ആയിരിക്കുമോ? ഇല്ല, അതൊക്കെ നേരത്തെ തന്നെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്. ഇത് പിന്നെ സർപ്രൈസ് ഇങ്ങനെ എല്ലാവരും മാക്സിമം അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ആളുകൾ പറഞ്ഞ് എല്ലാവരും അറിയുന്നതിൽ നല്ലത് ഞാനും ഇത് നേരിട്ട് പറയുന്നതാണെന്നുള്ള ഒരു ബോധത്തിലാണ് ഞാനിതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടത്. എന്തായാലും നിയമസഭയിലുള്ള സീനിയർ നേതാക്കളെയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയൊക്കെ രാവിലെ കണ്ട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്കിലെ പോസ്റ്റ് പ്രഖ്യാപിച്ചത്. ഏതായാലും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. ശബരിനാഥ് എം.എൽ.എ. തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം തന്നെയാണ് തന്റെ വിവാഹ കാര്യം എല്ലാവരെയും അറിയിച്ചത്. എന്തായാലും ഉടൻ തന്നെ വിവാഹം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്.